ഹലോ, അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു എഗ്ഗ് കറിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ഇതേ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാവേ. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 2 പച്ചമുളക് നെടുകെ കീറിയതും ഒരു 1.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അരിഞ്ഞതോടെ ഇട്ട് കൊടുത്തു. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ആവശ്യമായ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതേപോലെ മുട്ടക്കറി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലെ ഒരു തക്കാളി ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തു. ഇനി ഇതുകൂടി നന്നായിട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. അതിനുശേഷം മാത്രമേ നമ്മളിതിലേക്ക് പൊടികൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യത്തുള്ളൂ. നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് അതൊന്ന് സവാളയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് വരണം. സവാളയും തക്കാളിയും കൂടി ഒരുമിച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. എടുത്ത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് പൊടികൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യാൻ പോവുകയാണേ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ ആഡ് ചെയ്തത്. ഇനി ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നിടം വരെ ഇതും ഒന്ന് നന്നായിട്ട് വാട്ടി കൊടുക്കണം കേട്ടോ. ആ പച്ചക്കുത്തൊന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ചൂടുവെള്ളമല്ല, നമ്മുടെ സാധാ വെള്ളം നമുക്ക് എത്രത്തോളം ഗ്രേവിയാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവേ. ഇനി അതൊന്ന് ക്ലോസ് ചെയ്ത് നമുക്കത് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ ഏകദേശം ഒരു 3 മുട്ട ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മുട്ടയും കൂടി നമുക്കിതിലേക്ക് തോലൊക്കെ കളഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും നമ്മുടെ അരിപ്പത്തിരി ഇല്ലേ, അരിപ്പത്തിരിയുടെ കൂടെയും നൂൽപുട്ടിൻ്റെ ഒക്കെ കൂടെ പറ്റിയ അടിപൊളി ഒരു കോംബോ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് കോംബോ ആയിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ പാലപ്പമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ പാലപ്പവും മുട്ടക്കറിയും എല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ട് കാണാം കേട്ടോ.